കൊച്ചിയിൽ വ്യവസായിയെ വീട് കയറി ആക്രമിച്ചെന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് ആന്ധ്ര വ്യവസായികൾ. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കേസെടുത്ത ആന്ധ്ര പോലീസാണ് തൃപ്പൂണിത്തുറയിലെ വ്യവസായിയുടെ വീട്ടിലെത്തിയത്. ആന്ധ്രയിൽ നിന്നുള്ള സംഘം മർദ്ദിച്ചതായി പരാതിപ്പെട്ട നിഹാസ് മുസ്തഫ തങ്ങൾക്ക് കോടികളാണ് നൽകാനുള്ളതെന്നും ആന്ധ്ര വ്യവസായി ബണ്ടി സൃജൻ കുമാർ റെഡ്ഡിയുടെ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ എലൂരു ജില്ലയിലെ ശ്രീസായി ലക്ഷ്മി അക്വാ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ബണ്ടി സുജൻ കുമാർ റെഡ്ഡി. കേരളത്തിലെ കയറ്റുമതിക്കാർക്ക് കൊഞ്ചും ചെമ്മീനും വിതരണം ചെയ്തിരുന്ന ബണ്ടി സുജൻ കുമാർ റെഡ്ഡിക്ക് ചില കയറ്റുമതി കമ്പനിക്കാർ കൃത്യമായി പണം നൽകാതെ 12 കോടിയോളം കുടിശ്ശികയാക്കി. തങ്ങൾക്കെതിരെ പരാതിപ്പെട്ട നിഹാസ് മുസ്തഫ 3.62 കോടി രൂപ നൽകാനുണ്ട്. പണം നൽകാതെ കബളിപ്പിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഗണപവരം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തതിനെ തുടർന്നാണ് ഹിൽ പാലസ് പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് ആന്ധ്ര പോലീസ് നിഹാസിന്റെ വീട്ടിലെത്തിയത്. ഈ സംഭവത്തെയാണ് ആന്ധ്ര സംഘം മർദ്ദിച്ചെന്ന് പ്രചരിപ്പിച്ചത്. Andhra police came with one sub-inspector and 4 police people came and they went with affair with this house, the Chais Villa house, villa number 26. That is only issue. He told while going the police, they given the GD entry also in Hill Palace police station. All we are following are legally only. But they are telling wrong words and giving telling media like this. They are troubling lot of suppliers, not me. Lot of suppliers from Andhra, and they are doing like this only. But they recently they bought the Defender cars and Bench cars also, but they are not giving the payments. ആന്ധ്രയിൽ നിന്നുള്ള നിരവധി വ്യവസായികൾക്കായി 7.5 കോടിയോളം രൂപ ചില കയറ്റുമതി കമ്പനികൾ നൽകാനുണ്ട്. നിഹാസിനെതിരെ ചെക്ക് കേസുകളുണ്ടെന്നും പരാതി നൽകിയതിന് നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും ബണ്ടി സൃജൻ കുമാർ റെഡ്ഡി പറഞ്ഞു. ജനം, കൊച്ചി.